ഇത് ഭാഗ്യവാനാണെന്ന് ആലോചിച്ച് നോക്കില്ലേ? ഇത്രയും ഭാഗ്യവും അധഭാഗ്യവും ഒരുമിച്ച് ഒരേ ദിശയിൽ വന്ന ഒരു മനുഷ്യൻ ഇന്ന് ചരിത്രത്തിൽ ഉണ്ടാവില്ല. ഫുട്ബോളിന്റെ ചരിത്രത്തിൽ നിന്നല്ല, ലോകത്തേ ഉണ്ടാവില്ല. അങ്ങനെ ഒരു മനുഷ്യനാണ്. അൺലക്കി മാൻ എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. കാരണം അദ്ദേഹം ആഗ്രഹിച്ചതും അദ്ദേഹം സ്വപ്നം കണ്ടതെല്ലാം അദ്ദേഹം നേടിയെടുക്കാൻ ചെന്നു, നേടിയെടുത്തു എന്ന് തന്നെ പറയാം. പക്ഷേ അത് ഒന്ന് കരിയറിലേക്ക് യൂസ്ഫുൾ ആവാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിലൊരു സാറ്റിസ്ഫാക്ഷൻ നേടാനോ സാധിക്കാത്തൊരവസ്ഥയിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു വേദന വേറെ ഉണ്ടാവില്ല. കാരണം നമ്മളാണെങ്കിൽ കൂടി നമുക്ക് ഇഷ്ടമുള്ളത്, നമ്മൾ സ്വപ്നം കാണുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സാധനം നമ്മുടെ കൈകളിലേക്ക് അല്ലെങ്കിൽ നമ്മൾ നേടിയെടുത്ത് കഴിയുമ്പോൾ അത് നമുക്ക് നേടിയെടുക്കുമ്പോൾ നമ്മൾ എത്രത്തോളം അതിന് സഫർ ചെയ്യുക എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ അത് ചെന്ന് കഴിയുമ്പോൾ ഒരു ഗുണമില്ലാണ്ടായി പോവുക, അല്ലെങ്കിൽ നമുക്ക് അതുകൊണ്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാതെ ആയി പോവുക, അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കാതെ ആവുക അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം ഉണ്ടാവും നമ്മുടെ പെയിൻഫുൾ. അതൊന്ന് ഈ ഒരു മനുഷ്യൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. എത്ര വർഷമായി ഈ ഒരു ഫുട്ബോൾ കരിയറിൽ നേടാനുള്ളത് നേടിയെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. അദ്ദേഹം പേരുമായി, പ്രസിദ്ധിയായി, ഫാൻസായി എല്ലാം ഉണ്ട്. പക്ഷേ ഉണ്ടല്ലോ, ഫുട്ബോൾ അദ്ദേഹത്തിന് ഈ ഇഞ്ചുറി അല്ലാതെ വേറൊരു സാറ്റിസ്ഫാക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നില്ല. ഇന്നും ഇഞ്ചുറിയുടെ പുറകെ പിന്നാലെ, ഇഞ്ചുറി ഇങ്ങനെ പിന്നാലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അതാണ് പറയുന്നത്, ലോകത്തിലെ ഏറ്റവും ലക്കി അൺലക്കി മാനാണ് ഈ ഒരു മനുഷ്യൻ.